വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പ്രിയപ്പെട്ട പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഹാർദവമായ സ്വാഗതം. ഞാൻ പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ, പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ പനച്ചമ്മൽ ഷാജഹാൻ, PRO ശ്രീ റഹീം ബനു. പ്രിയമുള്ളവരെ, പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ എല്ലാ വർഷവും നടത്തിവരാറുള്ള 7ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത്. എല്ലാ വർഷവും നടത്തുന്നത് പോലെ 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെൻസർ ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ നിന്നുമാണ് ഇത് സ്ക്രീനിംഗ് നടത്തിയിട്ടുള്ളത്. ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസീദാസ് സാറാണ്. മറ്റു 3 മെമ്പേഴ്സ് ഉണ്ട്. ഒന്ന് ദർശൻ രാമൻ ചേട്ടൻ, അദ്ദേഹം സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല. മറ്റൊന്ന് സംവിധായകൻ ശ്രീ ജോളി മാസ്, അതുപോലെ തന്നെ ദൂരദർശന്റെ മുൻ വാർത്താ അവതാരക മായ ശ്രീകുമാർ മാഡമാണ് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി അംഗങ്ങൾ. ഈ അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട തുളസീദാസാണ് ക്ഷണിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പ്രേംനസീർ സാറിൻ്റെ ഓർമ്മയുടെ മുന്നിൽ ആ ആത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് പ്രേംനസീർ സുഹൃത്ത് സമിതി ഉദയസമുദ്ര ഗ്രൂപ്പ് വെച്ച് 7ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് നടക്കുന്നത്. മികച്ച ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ജഗദീഷ്, മികച്ച ചിത്രം കിഷ്കിന്ധാകാന്ഡം, മികച്ച സംവിധായകൻ മുസ്തഫ, മികച്ച നടൻ വിജയരാഘവൻ, മികച്ച നടി ഷംല ഹംസ. മലയാള സിനിമാ വേദിയിലെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി രൂപീകരിച്ച പ്രേംനസീർ സുഹൃത്ത് സമിതി 21ാം വർഷത്തിലേക്ക് കടക്കുന്നു. കലാ സാംസ്കാരിക രംഗത്ത് നിരവധി ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏവരുടെയും പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഈ സംഘടനയ്ക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി ചാപ്റ്ററുകൾ പ്രവർത്തിച്ചിരുന്നു. പ്രേംനസീർ സുഹൃത്ത് സമിതി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങ് 7ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇക്കാലത്തെയും പ്രഗത്ഭരായ ജൂറി കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത്. നൽകപ്പെടുന്നതാണ് ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം നസീർ സാറിന്റെ പേരിൽ. അത് 2025 അർഹമായിട്ടുള്ളതാണ് ജഗദീഷ്. നമുക്കറിയാം, ഒരു തിരക്കഥാകൃത്തുമായിട്ട് വന്ന അദ്ദേഹം ഹാസ്യ നടനായി മാറി, ഒടുവിൽ നായകനായി, ഉപനായകനായി, വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്വഭാവ നടനായി മലയാള സിനിമ വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ഇന്ന് മലയാള സിനിമാ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത്. 10,001 രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. മറ്റ് പുരസ്കാരങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ആ ചിത്രമാണ് ഈ വർഷം ഞങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ നിർമ്മാതാവാണ് ജോബി ജോർജ്. ഗുഡ്വിൽ എന്റർപ്രൈസസിന്റെ ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച 2ാമത്തെ ചിത്രം മുറ, നിർമ്മാണം റിയ ശിവു. മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം ഉരുൾ. നമുക്കറിയാം, ഈയിടെ നടന്ന ഉരുൾപൊട്ടലിനെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്ത മമ്മി സെഞ്ചുറിക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മുസ്തഫ മുറ എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ് കൊടുക്കുന്നത്. മികച്ച നടൻ കിഷ്കിന്ധാകാന്ഡത്തിലെ ഏറ്റവും നല്ല അഭിനയ പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവനാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസ. ഏറ്റവും ഇപ്പം നടന്ന ഫിലിം മേളയിൽ ഏറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പടമാണ് ഫെമിനിച്ചി ഫാത്തിമ.
ആ പടത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത്. ക്യാരക്ടർ റോളിലെ മികച്ച നടൻ കോട്ടയം നസീറാണ്, ചിത്രം വാഴ. ക്യാരക്ടർ റോളിലെ മികച്ച നടി ചിന്നു ചാന്ദിനി, ചിത്രം ഗോളം. മികച്ച പെർഫോമൻസ് നടൻ റഫീഖ് ചൊക്ലി, ചിത്രം കണ്ടശ. സ്പെഷ്യൽ ജൂറി അവാർഡ് ഋതു ഹാറൻ, ചിത്രം മുറ. സ്പെഷ്യൽ ജൂറി പുരസ്കാരം ആവണി രാകേഷ്, ചിത്രം കുറിഞ്ഞി. മികച്ച തിരക്കഥാകൃത്ത് ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ഗാനരചന വിവേക് മുഴിക്കുന്ന്, ചിത്രം തണുപ്പ്. മികച്ച സംഗീത സംവിധായകൻ രാജേഷ് വിജയ്, ചിത്രം മായമ്മ. മികച്ച ഗായകർക്ക് ഈ വർഷം 2 പേർക്കാണ് കൊടുക്കുന്നത്. ജമാലിന്റെ പുഞ്ചിരിയിൽ ഗാനം ആലപിച്ച എം രാധാകൃഷ്ണനും വയസ്സത്രയായി 30 എന്ന ചിത്രത്തിൽ ഗാനം ആലപിച്ച സജീർ കൊപ്പത്തിനുമാണ് ഈ വർഷം 2 അവാർഡ് കൊടുക്കുന്നത്. മികച്ച ഗായിക അഖില ആനന്ദ്, ചിത്രം മായമ്മ. മികച്ച ക്യാമറമാൻ ഷെഹനാദ് ജലാൽ, ചിത്രം പ്രമേയോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ രീതിയിൽ ആവിഷ്കാരം നടത്തിയതാണ് പ്രമേയത്തിലെ ക്യാമറ. മികച്ച ചമയം സുധി സുരേന്ദ്രൻ, ചിത്രം മാർക്കോ. മികച്ച സിനിമ കലാപ്രതിഭ ആർ കൃഷ്ണരാജ്. ഈ വർഷം മുതൽ ഞങ്ങളെ ഷോർട്ട് ഫിലിം അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നുമാണ് കുറച്ച് അവാർഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിൽ മികച്ച ഷോർട്ട് ഫിലിമാണ് ഭ്രമം, നിർമ്മാണം ഗോവൻ വിളപ്പിൽ. മികച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ അനൂപ് വാവനപുരം, ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം. മികച്ച കുട്ടികൾക്കുള്ള ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക്. നമ്മുടെ നാവായിക്കുളം GSSലെ കുട്ടികൾ അണിയിച്ചൊരുക്കിയ ഒരു വളരെ മനോഹരമായ ഒരു പടമാണ് ഇനി എത്ര ദൂരം എന്നുള്ളത്. മികച്ച നടൻ സുർജിത് ST, ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക്. മികച്ച നടി മീനാക്ഷി ആദിത്യ, ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ആംബുലൻസിൽ വെച്ചൊരു ഡ്രൈവർ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് ഈ പടത്തിൽ മീനാക്ഷി എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ച സഹനടൻ സജി മുത്തൂറ്റിക്കര, ഷോർട്ട് ഫിലിം ഭ്രമം. മികച്ച സഹനടി ഷീലാമണി, ഷോർട്ട് ഫിലിം തെറ്റാലി. മികച്ച ഡോക്യുമെന്ററി സംഗീത ലോകം, രചന നിർമ്മാണം സംവിധാനം സതി ദേവിക്ക്. മികച്ച മ്യൂസിക് ആൽബം രചന ദിവ്യ ബിദു, ആൽബം കൊല്ലൂർ രമേശ്വരണം. മികച്ച മ്യൂസിക് ആൽബം ഗായകൻ അലോഷ്യസ് പെരേര, ആൽബം നാഥൻ യേശു. മികച്ച ആൽബം ഗായിക ബിന്ദു രവി, ആൽബം മൂകാംബിക സൗവർണിക ദേവി. മികച്ച മ്യൂസിക് ആൽബം നടൻ വിഷ്ണു ആർ കുറുപ്പ്, ആൽബം ചെമ്പകം. അതുപോലെ തന്നെ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായ ഒരു സിനിമയായിരുന്നു നീലക്കുയിൽ. പി ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആ നാടകത്തിനെ, ആ സിനിമയെ ഒരു ചലച്ചിത്ര രൂപത്തിലാക്കിയ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നു. ടാഗോർ തിയേറ്ററിലായിരുന്നു ആ നാടകം അരങ്ങേറിയത്. അതിന്റെ സംവിധായകനായ ചലച്ചിത്ര സംവിധായകൻ കൂടിയ ശ്രീ CV പ്രേംകുമാർ ആ സിനിമയിൽ സത്യന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച, ശ്രീധരൻ മാഷന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിതേഷ് ദാമോദർ, അതുപോലെ തന്നെ മിസ് കുമാരിയിലെ കഥാപാത്രം അവതരിപ്പിച്ച നീലി എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച സിത്താര ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു PRO വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ അജയ് തുണ്ടത്തിൽ എന്നിവരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു. 2025 മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇതോടൊപ്പം തന്നെ ട്രാവൻകൂർ മ്യൂസിക് ക്ലബിന്റെ അണിയിച്ചെടുക്കുന്ന പ്രേംനസീർ സാറിന്റെ ഏകദേശം 30ഓളം വടക്കൻ പാട്ടുകൾ ഒരുക്കുന്ന ദൃശ്യ സംഗീതമേളയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരും മുൻകാലങ്ങളിൽ പ്രേംനസീർ സമിതിയോട് സഹകരിച്ചിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ ഞങ്ങളുടെ ഈ വാർത്തയിൽ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ്. വളരെ 21 വർഷവും വളരെ നല്ല രീതിയിലാണ് സൂർ സമിതി പോകുന്നത്. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ സംഘടനയുടെ ചാപ്റ്ററുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും സന്തോഷപരിസരം അറിയിക്കട്ടെ. അതുകൂടാതെ തന്നെ മെയ് അവസാനം പ്രേംനസീർ സാറിന്റെ പേരിലുള്ള മെഴുക് പ്രതിമ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ മാസം അവസാനമാണ്. അതിന്റെ പണികളൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട്. ആ വിവരവും നിങ്ങൾ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ 2024 പത്ര-ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനുള്ള എൻട്രികളും ഞങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിന്റെ ഒക്കെ ഈ നൽകുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം അതിലേക്ക് ഉണ്ടാകണമെന്ന് വലിയ പരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്. ഈ അവാർഡ് ജൂറി കമ്മിറ്റിയുടെ മെമ്പറായ ജോലി മസാറിന്റെ വാക്ക് സംസാരിക്കും. മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അതുപോലെ സമിതിയുടെ ഈ വർഷത്തെ ചലച്ചിത്ര പുരസ്കാര വിശദവിവരങ്ങളെല്ലാം തന്നെ പ്രസിഡന്റും ഞങ്ങളുടെ ജോലി ചെയർമാനായ പ്രസിഡന്റ് സാറൊക്കെ വ്യക്തമാക്കി. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടനയുടെ സിനിമാ
പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കൾ നൽകി വരുന്ന എല്ലാ സഹകരണവും ഈ വർഷവും ഉണ്ടാകണം, ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുരസ്കാര പ്രഖ്യാപനം എല്ലാവരും കേട്ടതാണ്. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാം കേട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങൾക്കൊപ്പം നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നുള്ളത് ബാദുഷ അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം പരിപാടികൾക്കൊപ്പം എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണമെന്നാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ദൂരദർശനിലെ മുൻ വാർത്ത അവതരികയാണ്. ഒരു സന്തോഷ ഒരു വാർത്ത, 27 വർഷത്തിന് ശേഷം മാഡം ഗുരുവായൂർ അമ്പലനടയിൽ ഈ ഏപ്രിൽ 27 ഭരതനാട്യം ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. ആ വിവരം കൂടി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാധ്യമ അവാർഡിലെ ജൂറി മെമ്പറായിരുന്നു മാഡം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇതിനെ നന്ദി പറയുവാൻ വേണ്ടി തൃശ്ശൂർ സമുദ്ര പ്രസിഡന്റ് ശ്രീ പനച്ചമൂർ ഷാ. പ്രിയപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ, ജൂറി അംഗങ്ങളെ, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രേം നസീർ സിവിൽ സമിതിയോടൊപ്പം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷവും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രാവശ്യവും ഞങ്ങളുടെ 7ാമത് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തി. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും, വാർഷിക സമ്മേളനങ്ങളായാലും ഞങ്ങളുടെ എല്ലാ പിന്തുണ എപ്പോഴും ഉണ്ട്. ഇനിയും ഉണ്ടാകണം. ഇനിയും ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെയും എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പ്രേംനസീർ സുഹൃ സമിതി അംഗങ്ങളെ എല്ലാവരെയും ഞാൻ പ്രേംനസീർ സുഹൃ സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.